ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പണ്ടൊരു ഒരു വർഷം മുമ്പെയൊക്കെ നമ്മൾ ഡേ ക്യാമ്പ് ചെയ്തിട്ട് പോയൊരു സ്ഥലമാണ്. ഡേ ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ രാത്രി ഇവിടെ നിൽക്കാൻ പാടില്ലാതെ, അതായത് രാത്രി നിൽക്കാൻ ഇവിടുത്തെ ആളുകൾ സമ്മതിക്കില്ല. അതായത് ഈ സ്ഥലത്തൊക്കെ താഴെയുള്ള പിന്നെ ആടിനെയും പട്ടീനെയൊക്കെ ഈ പുലി പിടിച്ചിട്ട് പോകുന്ന ഒരു സ്വഭാവമുണ്ട് ഇവിടെ ഈ ഒരു നാട്ടിൽ. ഇതറിയാവുന്നവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രി നിൽക്കാൻ സമ്മതിക്കാതെ ഞാനൊരു ദിവസം ഇതുപോലെ ഡേയിൽ വന്ന് വീഡിയോ എടുത്ത് പോയൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ വലിയ കുഴപ്പമില്ല എന്നാണ് പറയണത്. ഞാൻ ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ ഗുഹയിലാണ് ക്യാമ്പ് ചെയ്യണത്. ഇവിടെ ആളുകളൊക്കെ വരുന്നതാണ്. ഇത് കണ്ടോ, വോഡ്ക ഒക്കെയാണ് ഇവിടെ ഇരുന്ന് അടിക്കുന്ന സാധനം. അപ്പോൾ ആളുകൾ വരാത്ത സ്ഥലമൊന്നുമല്ല, ആളുകൾ വരുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇതിനുള്ളിൽ ടെൻറ്റ് വെച്ച് ഇന്ന് രാത്രി ഇവിടെ എന്താണ് സംഭവം, പുലിയാണോ കരടിയാണോ കടുവയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വൃത്തിയാക്കണം. ഇവിടെയൊക്കെ ആർക്ക് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ആ സൈഡിൽ. നമുക്കെന്തായാലും ഇവിടെ വൃത്തിയാക്കിയിട്ട് നമുക്ക് ടെൻറ്റ് വെക്കാം. അതിന് മുമ്പേ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട പണി എന്താ, വിറകെടുക്കാൻ പോവാം. ഇത് ഉണക്ക് കുറവാണ്, ഇതൊക്കെ മുറിച്ചിട്ട മരാട്ടോ. ഇതൊക്കെ ഉണങ്ങി അങ്ങ് എത്തി. കുഴപ്പമില്ല, നമുക്കിങ്ങനെയുള്ള മരങ്ങൾ മതിയില്ലേ. നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചൊന്ന് സെറ്റാക്കാം അല്ലേ. ഇവിടെ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. കള്ളു കുടിച്ചിട്ട് കുപ്പിയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ടിട്ടേ. നമ്മളെല്ലാ സൈഡിലും ലൈറ്റ് കത്തിച്ച് വെക്കണം. എന്തായാലും ലൈറ്റ് ഉണ്ടല്ലോ, ഒന്ന് ഇവിടെയും കത്തിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റുകൾ ഒക്കെ സെറ്റായി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെൻറ്റ് വെക്കണം. ഇതിനകത്തോട്ടൊരു ഗുഹ പോലെയാണ്, അത് കുഴപ്പമില്ലെന്ന് ഇരിക്കും അല്ലേ. നമുക്കിപ്പോൾ ടെൻറ്റ് എവിടെ വെക്കുക, ഇവിടെ തന്നെ വെക്കാം അല്ലേ. ടെൻറ്റ് ഇവിടെ വെച്ചിട്ട് തീ അവിടെ ഇടാം. അങ്ങനെ തന്നെ ചെയ്യാം, അതേ അതിനുള്ള സ്പേസേ ഉള്ളൂ. ഭയങ്കര ഒരു അന്തരീക്ഷമാട്ടോ ഇവിടെ, ഭയങ്കര കൂരിരുട്ടായി. അങ്ങോട്ടൊരു ഗുഹ പോലെയാണ്. ഞാനേ നമ്മുടെ ടെൻറ്റിൻ്റെ പുറകിലും കൂടെ ഒരു ലൈറ്റ് വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അവിടുന്ന് വല്ലതും വരുന്നുണ്ടെങ്കിൽ കാണുകയും ചെയ്യാം. അതെ, ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോളാണ് മേളിലോട്ട്. അപ്പോൾ ഈ പന്നിയോ മുള്ളപ്പന്നിയൊക്കെ വരുന്ന അങ്ങനെയൊക്കെ ഇറങ്ങുന്ന ഒക്കെ സ്ഥലമായിരിക്കാം. അപ്പോൾ ചെറിയൊരു സംഭവം വീണാൽ കൂടെ ഭയങ്കര സൗണ്ടായിരിക്കും കരിയിലായിട്ടേ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ഈ ലൈറ്റിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ എന്തെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും അവിടെ ലൈറ്റ് സെറ്റാക്കി. ഇനി നമുക്ക് തീ ഇട്ടിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാം അല്ലേ. തീ ഇവിടെ തന്നെ കത്തിക്കാം അല്ലേ.
ഇവിടെ കുറേശ്ശെ കത്തിക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ കാറ്റടിക്കണം നല്ല അല്ലേ, പുകയൊക്കെ അടിച്ച് കയറട്ടെ. ഇനി ഉള്ളിൽ വല്ലതും ഉണ്ടെങ്കിൽ പോച്ച് ചാടിക്കാം. നമുക്കെന്തായാലേ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്കപ്പോൾ കുറച്ച് മാവ് കുഴച്ച് ഇപ്പോഴേ വെക്കണം, അതങ്ങ് സെറ്റാക്കട്ടെ കേട്ടോ. നമ്മുടെ ടേബിൾ ഇവിടെ വെക്കാം അല്ലേ. അയ്യോ സെറ്റ്. ഇനി നമ്മുടെ പൊടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തീയിൽ ചുട്ടെടുത്ത റൊട്ടിയാണ് കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ഉപ്പിടണം. ഉപ്പിടാതെ ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നത്. അത് സെറ്റ്. കുറച്ച് വെളിച്ചെണ്ണ. അയ്യോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുഴച്ചങ്ങോട്ട് വെക്കാം അല്ലേ. മേളിന്നേ സ്ഥിരമായിട്ട് ഈ റൂട്ടിനൊക്കെ ചിലപ്പോൾ പന്നി അല്ല മുള്ളപ്പന്നിയോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി വരുന്നുണ്ടാവും. പാഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടെ എത്തുമ്പോൾ ഞെട്ടും. അതോ ഞെട്ടും ഇനിയിപ്പോൾ നമ്മളെ തട്ടിയിട്ട് പോകുമോയെന്ന് അറിയില്ല കേട്ടാ. എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മൾ ദുബായിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെല്ലുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ പാകിസ്ഥാനികൾ എന്തായാലും പറയുക, പാകിസ്ഥാനികൾ ഇങ്ങനെ വലിയൊരു സാധനം റൊട്ടി. എന്ത് റൊട്ടിയാ? പാകിസ്ഥാൻ റൊട്ടിയോ അങ്ങനെയാണോ പറയുക? എന്തോ ഒരു പേര് പറയുമല്ലോ, ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്. അത് അതിന് ഒന്നാണോ 3 റിയാലോ? സൗദിയിൽ പണ്ട് പോയപ്പോൾ 3 റിയാലാണോ 1 റിയാലാണോ എന്നറിയില്ല. അതും തരും. പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ ഈ പരിപ്പ് കറിയും തരും. അതൊക്കെയായിരുന്നു തിന്നിരുന്നത്. പണ്ട് ഞാൻ സൗദിയിൽ പോയപ്പോഴേ വേറൊരു സംഭവം ഉണ്ടായി. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പണിക്ക് പോയിട്ടേ അയാൾ മുങ്ങിക്കളഞ്ഞ്. അപ്പോൾ റൂമും ഉണ്ട്, പണിയുണ്ട്, പക്ഷേ ഫുഡില്ല, പൈസയില്ല. അങ്ങനെ ഒരു പാക്കറ്റ് കുബൂസ് കൊണ്ട് ഞാൻ 3 ദിവസം അതിങ്ങനെ ഉണങ്ങി കരിഞ്ഞ കുബൂസ്, അതും പച്ചവെള്ളം, എൻ്റെ പൊന്നോ. അത് കഴിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു സൗദി ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കാറിലിങ്ങനെ പോവുക. ഞാൻ ഇങ്ങനെ നടന്ന് പോവുകയാണ് റോഡ് സൈഡിൽ കൂടെ. അപ്പോൾ പുള്ളി കഴിച്ചിട്ട് ബാക്കി കളയുന്ന സാധനം ഉണ്ടല്ലോ, അത് എങ്ങനെ സൗദിയിലൊന്നും ഇങ്ങനെ വലിച്ചെറിയില്ല, നമ്മളിവിടുത്തെ പോലെ വലിച്ചങ്ങ് എറിഞ്ഞു പോവില്ല. അത് അവർ വല്ല മരത്തിൻ്റെ ചുവട്ടിലോ വല്ല ഇതിൻ്റെ ചുവട്ടിലോ അങ്ങനെ സേഫായിട്ട് അങ്ങനെ ഇയാളിങ്ങനെ പോണ പോക്കിൽ ആ വണ്ടി നിർത്തിയിട്ട് ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ ഇയാൾ കഴിച്ചതിൻ്റെ ബാക്കി ഇങ്ങനെ ഒരു അടപ്പുള്ളൊരു പാത്രത്തിൽ ഇങ്ങനെ ഒരു ഡിസ്പോസിബിൾ പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് കൊണ്ടുവച്ച്. അത് കൊണ്ടുവയ്ക്കണം ഞാൻ കണ്ട്. ഞാൻ എന്ത് ചെയ്തു, വേഗം അയാൾ പോയ ഉടനെ വേഗം പോയി അത് തിന്നു. എൻ്റെ പൊന്നെ, എന്തൊരു രുചിയായിരുന്നു എന്നറിയോ. ഫുഡിൻ്റെ രുചിയല്ല, ആ ഭക്ഷണം കിട്ടാതെ കിട്ടുമ്പോഴുള്ള രുചിയുണ്ടല്ലോ. അങ്ങനെ സൗദിയിൽ കുറച്ച് അനുഭവിച്ചിരുന്നു ഞാൻ പറയാം. ചപ്പാത്തി അല്ല, നമ്മുടെ പാകിസ്ഥാൻ റൊട്ടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ കേട്ടോ. എന്തായാലും ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിങ്ങനെ പരത്തി വെക്കണ്ട, കൂട്ടി വെക്കാം അല്ലേ, ഉണ്ടയാക്കി വെക്കാം, പിന്നെ പരത്താം അല്ലേ. നമ്മുടെ തീ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇത് കണ്ട ഉണ്ട വഴുതനങ്ങയാണ്. അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ 2 വരയിടണം. 1 2 3 വരയിടാ. 3 വരയിട്ടു. കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇങ്ങനെ ഇടുക.
ഉപ്പിട്ട് കഴിഞ്ഞ് നമ്മൾ ചില്ലി സോസ് കുറച്ചൊഴിക്കുക. ചില്ലി സോസ് ഒഴിച്ചു. ഇനി പച്ചമുളക് ഇതിനകത്ത് അങ്ങനെ കയറ്റും. ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഈ കമ്പി വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ചൊരു കുത്ത്. ആയി വാ സെറ്റ്. ഇനി ഈ കമ്പി വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ചൊരു കുത്ത്. ആ കയ്യിലാണ് കുത്തിയത്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ റെഡിയായി. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് ചുടാൻ പോവാണ്. സോസൊക്കെ ഇതാ ഒലിക്കുന്നു. അപ്പോൾ ഇതൊന്ന് തീയിൽ വെച്ച് സെറ്റാക്കി എടുക്കാം അല്ലേ. തീ ഒന്ന് റെഡിയാക്കട്ടെ. കനലിൽ വെച്ചിട്ടാണ് ഇടേണ്ടത്. ഇത് കത്തി പോവുമെന്നാ. വേറെ ഒന്നും തിന്നാനും ഇല്ല. സായിപ്പിൻ്റെ കണ്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണത്. ഇങ്ങനെ വെച്ച് കൊടുക്കാം അല്ലേ. എന്താണെന്ന് അറിയില്ല. തീ പാടില്ല. അത് ചുട്ടെടുക്കല്ലേ വേണ്ടത്. എന്തായാലും ആ ചൂടിൽ കിടക്കട്ടെ. എന്താവോ. അയ്യോ, ഇത് ഇളക്കി അപ്പം ചാടുമല്ലോ. അയ്യോ, ഭയങ്കരമായിട്ട് വെന്ത് തോന്നുന്നു. കിളുകിളുന്ന് ലൂസായി. ഇനി കമ്പിട്ട് പൊക്കുമ്പോൾ ചിലപ്പോൾ ചാടുമോ താഴെ. ഒരു സൈഡ് ഏകദേശം വെന്തും തോന്നുന്നുണ്ട്. അത് വേകുമ്പോഴത്തേക്ക് നമുക്കേ നമ്മുടെ ചപ്പാത്തി അല്ലല്ലോ, റൊട്ടി നോക്കാം അല്ലേ എന്താവുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ആട്ടപ്പൊടി ഇതിനകത്തിടാം. ടേബിളിലിടുക. അതിനുശേഷം ഇതിങ്ങനെ പരത്തുക. അതിനുശേഷം നമ്മുടെ റൊട്ടി എടുക്കുക, ഇങ്ങനെ പരത്തുക. ഇനി നമ്മുടെ വഴുതനങ്ങ എന്തായി നോക്കട്ടെ കേട്ടോ. വഴുതനങ്ങയൊക്കെ കരിഞ്ഞൊരു പരുവായിട്ടുണ്ട്. ഇതിലിരിക്കട്ടെ അല്ലേ. ഇതിങ്ങനെ തന്നെയാണോ ഇട്ട് കൊടുക്കുക? നമുക്ക് ഈ കമ്പിയുടെ മുകളിൽ വെച്ചിട്ടേ ഇങ്ങനെ തൂക്കിയെടുത്തിട്ട് ഇല്ല. അയ്യോ, അങ്ങനെയൊന്നും കിട്ടൂല. കമ്പിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ എങ്ങനെയത് ചുടുക? ഇട്ട് കൊടുക്കാം അല്ലേ. ഇവിടെ കൊടുക്കട്ടെ, നോക്കാം എന്താവുന്നു. കരിയുണ്ടോ? അയ്യോ, ഒരു സൈഡ് കരിഞ്ഞ്. കുഴപ്പമില്ല, വെന്തോളൊന്നും വിചാരിക്കുക അല്ലേ. ഈ കമ്പിയുടെ മേളിൽ ഇങ്ങനെ വെക്കാൻ പറ്റിയ നല്ലതായിരുന്നു. ഡയറക്റ്റ് നിലത്ത് മുട്ടൂലായിരുന്നു.
പൊന്തിയിട്ടൊന്നുമില്ല, പക്ഷെ അത് എന്തോ വെന്ത പോലെ, എന്തോ കരിഞ്ഞോ എന്തോ ഒന്നും അറിയില്ല. ഇത് മതിയില്ലേ? ഇനി തീയാണ് കത്തിച്ചാൽ സംഭവമൊക്കെ. ഇത് ഇവിടെ എങ്ങനെ വെച്ചാൽ തിളച്ചോളും. നമ്മുടെ ചപ്പാത്തി റൊട്ടി പാകിസ്ഥാൻ റൊട്ടി അത്രേ. പാകിസ്ഥാൻ റൊട്ടിയുടെ ഒരു കോലം കണ്ടില്ലേ? എന്തായാലും നോക്കാം. നമ്മുടെ വഴുതനങ്ങ ഇതെങ്ങനെ തിന്നുക? ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തിന്നണം. എങ്ങനെ നോക്കട്ടെ. എന്തായാലും കാപ്പി ആവട്ടെ അല്ലേ? അപ്പോൾ നമ്മുടെ കാപ്പി റെഡി. കാപ്പിയൊക്കെ റെഡിയായി. ഇനി നമ്മളിതെങ്ങനെ തിന്നുക എന്നുള്ളത് ഒരു പിടുത്തമില്ല. ഇനി നമ്മുടെ വഴുതനങ്ങ ഇതിൽ തൊലി പൊളിച്ചുകളാണ്. അതങ്ങനെ കളയുന്നത്. നമുക്കിതിനകത്തിട്ട് ഇതെന്താണോ ആവോ? വഴുതനങ്ങ, ഒരു വഴുതനങ്ങ തോരനൊക്കെ വെക്കൂലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇത് മടക്കി നോക്കട്ടെ, തിന്നാൻ പറ്റുമോയെന്ന് അറിയണമല്ലോ. നമ്മളെ റൊട്ടി വെന്തു. പക്ഷെ ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. വേറൊന്നും ഇട്ടിട്ടില്ല, എന്നാലും ഓ, നമ്മളീ വഴുതനങ്ങയ്ക്ക് ചില്ലി സോസിൻ്റെ ചെറിയൊരു എരിവുണ്ട്, ഉപ്പുണ്ട്. വേറെ ഒരു ടേസ്റ്റും ഇല്ല. ആ ചപ്പാത്തി വെറുതെ തിന്നാൽ മതിയായിരുന്നു. സാറില്ല, എന്തായാലും കളയുന്നില്ല. കളഞ്ഞാൽ വേറെ ഒന്നുമില്ല തിന്നാനേ. ഇനി മേലാൽ പരിപാടി ഞാൻ ചെയ്യില്ല.
എന്തായാലും ഇന്നത്തെ നമ്മുടെ ഫുഡ് ഒരുമാതിരി ഫുഡായി പോയി. വേറെ നിവർത്തില്ലാണ്ട് ഞാനങ്ങ് തിന്നതാ. ഇംഗ്ലീഷുകാരൻ്റെ വഴുതനങ്ങ പുഴുങ്ങിയതാ. പാകിസ്ഥാൻകാരൻ്റെ റൊട്ടിയും പിന്നെ ഇംഗ്ലീഷുകാരൻ്റെ വഴുതനങ്ങ സെറ്റ്. ഇതൊക്കെ ഈ അടുപ്പ് തന്നെ ഇടല്ലേ. നമ്മുടെ ടേബിള് ഇവിടെ വെച്ചിട്ട് ചൂടായിട്ടോ. നമ്മുടെ അടുത്തുള്ള ആയുധം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല, ഇത് മതി. തീ ഇങ്ങനെ കത്തിക്കോളൂല്ലേ. നമുക്ക് ഈ ലൈറ്റ് ഇവിടെ തന്നെ വെക്കാം. അത് കുറച്ച് വെക്കാം അല്ലേ. അതെന്തായാലും രാവിലെ വരെ ഉണ്ടാവും. നമ്മളിതിൻ്റെ ബാക്കിലും ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഈ ലൈറ്റും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്താ വെച്ചാൽ ഇനി പുറകിൽ നിന്ന് വല്ലതും പാഞ്ഞു വരണ്ട. നമ്മൾ വെള്ളവും ടേബിളും ഒക്കെ അവിടെ തന്നെ വെക്കാം. ഈ ലൈറ്റ് എടുത്ത് അത്തോട്ട് വെക്കാം അല്ലേ. തീ ഇങ്ങനെ കത്തിക്കോളൂല്ലേ. ഒരു മുട്ടിയൂടി ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. നമുക്കൊരു 12 മണി 1 മണി വരെയെങ്കിലും ഇതിങ്ങനെ എരിഞ്ഞ് കത്തണം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. ഇല്ലെങ്കിൽ പേടിച്ച് എന്തെങ്കിലും ഒച്ചയും ബഹളം കേട്ടിട്ട് കുത്തിരിക്കേണ്ടി വരും. നോക്കാം നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ. നല്ല ചൂടുണ്ട്. ഈ ഗുഹയുടെ ഉള്ളിലായതുകൊണ്ടേ നല്ല ചൂടുണ്ട്. പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെയല്ല തീ ഇട്ടിരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് തണുപ്പാവും. പിന്നെ തീ എന്തായാലും വേണം. നമുക്കൊരു സേഫിന് തീ വേണം. എന്താ വെച്ചാൽ തീ ഇല്ലാണ്ട് ഇവിടെ ഒന്നും പറ്റൂല. അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ. ഭയങ്കര കാടാണ്. അത് രാവിലെ ഞാൻ കാണിച്ചു തരാം എന്താണ് ഇവിടുത്തെ അവസ്ഥ. ഈ ബാക്ക് വശമൊക്കെ രാവിലെ ഞാൻ കാണിച്ചു തരാം. അത്രയും കാടാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സേഫാണെന്ന് വിചാരിക്കുക. പിന്നെ അപ്പോൾ ബാക്കി നമുക്ക് രാവിലെ കാണാം അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പതുക്കെ സൈഡാവട്ടെ. അപ്പം എന്നാൽ ഗുഡ് നൈറ്റ് കേട്ടോ.
ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്നലത്തെ ഉറക്കം അടിപൊളിയായിരുന്നു. ഒന്നും അറിഞ്ഞില്ല, കിടന്നതേ അറിഞ്ഞുള്ളൂ. വേറൊരു ശല്യമോ ഒച്ചബഹളമോ ഒന്നും ഉണ്ടായില്ല. പുലിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ പാസിങ് ഉണ്ടാവും, സ്ഥിരമായിട്ട് എവിടെയും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇന്നലെ രാത്രി എങ്ങനെ കിടന്നതെന്ന് വെച്ചാൽ പുലി എന്നുള്ള ചിന്തയെ മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞ്, എന്നിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ തന്നെ അതൊരു എലി ആണെന്ന് മനസ്സിലിങ്ങനെ കരുതി ധൈര്യം കൊടുത്ത് കിടന്നാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, സെറ്റായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാം അല്ലേ. ചെറിയൊരു തണുപ്പുണ്ട്, വലിയ തണുപ്പില്ല, എന്നാലും ചെറിയൊരു തണുപ്പുണ്ട്. നമുക്കിതിൻ്റെ മേൽഭാഗത്തൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ക്യാമ്പ് ചെയ്യാനൊന്നും പറ്റില്ല, അല്ലാണ്ട് ഇങ്ങനെ കയറി പോയി കാണുകയൊക്കെ ചെയ്യാം. ആ വള്ളിയൊക്കെ പിടിച്ച് അങ്ങനെ കയറാം, അപ്പുറത്തോട്ടൊക്കെ പോവാം. പക്ഷേ നമുക്ക് ഓവർ സ്ട്രെയിൻ ചെയ്ത് ഓരോന്ന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. പിന്നെ ഈ ക്യാമ്പ് ചെയ്ത സ്ഥലം വളരെ മോശമായൊരു സ്ഥലമായിരുന്നു. ആണെന്ന് അത് പറഞ്ഞ് അങ്ങനെ ആക്കിയതാണോ എന്നറിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് വന്നിട്ടുണ്ട് വന്ന് അവിടെയൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളവർ തന്നെ ഭയങ്കര ഡേഞ്ചറായിട്ടാണ് പറയുന്നത്. ഒരു 3-4 ആൾക്കാർ പിന്നെ ഇവിടെ പുലിയുണ്ട്, കടുവയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് കളഞ്ഞ്. സംഭവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തൊന്നും ഇവിടെയൊന്നും അങ്ങനെ നിൽക്കൂല, ഇതിലൊക്കെ അങ്ങനെ പാസിങ് ഉണ്ടാവും. എന്നിട്ട് ഞാനിതേപോലെ വന്ന് ഡെയിലി ഇവിടെ വച്ച് ടെൻ്റൊന്നും വെച്ചില്ലെന്ന് തോന്നുന്നുണ്ട്, ഇവിടെ വെച്ച് വെറുതെ കുക്ക് ചെയ്ത് കഴിച്ചിട്ട് ഞാനങ്ങ് പോയി. പിന്നെ എനിക്ക് എപ്പോഴും ഇത് ഭയങ്കര ഒരു ഇതായിരുന്നു, ഈ ഒരു ഗുഹ പോലെ ഇവിടെ ക്യാമ്പ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വന്നതാണ്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു ഇതിൻ്റെ ഒരു പേടിപ്പെടുത്തുന്ന ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല, കിളികളത്. അല്ല ഞാൻ പറയാം, അത്രയും ഒരു ഇതായിരുന്നു, സുഖമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്തായാലും എൻജോയ് ആയി. നമ്മൾ കാപ്പി പിടിക്കുക അല്ലേ. നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു. വാ, അടിപൊളി സെറ്റ്. ശരിക്കും നമ്മുടെ ഈ വണ്ടിയിൽ തന്നെ കിടക്കാനുള്ളൊരു സംവിധാനം ആക്കാം. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ടെൻ്റൊക്കെ വെച്ച് കുക്ക് ചെയ്തിട്ട് വണ്ടിയിൽ വന്ന് കിടക്കാം. പക്ഷേ നമ്മുടെ ഈ വണ്ടി ടാക്സി വണ്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സെറ്റിങ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ടെൻ്റെല്ലാം മടക്കി ഇതെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങ് പോവാം. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആ വിലയേറിയ അഭിപ്രായങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരും എല്ലാ കാര്യത്തിലും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ ഇതെല്ലാം കൊണ്ടുപോയി ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.